ആപത്ത് കാലത്ത് ഉപയോഗിക്കുവാൻ പണം വേണം. രോഗം വരുമ്പോൾ ചികിത്സയ്ക്കും പണം വേണം. കുടുംബാംഗങ്ങൾക്ക് രോഗങ്ങളും ആപത്തുകളും വരുമ്പോൾ അവരെ സംരക്ഷിക്കുവാനും ധനം ആവശ്യമാണ്. എന്നിരുന്നാലും തന്നെ രക്ഷിക്കേണ്ടുന്ന അവസരത്തിൽ കരുതി വെച്ച പണത്തെയും താൻ സംരക്ഷിച്ചവരെയും ഉപേക്ഷിക്കേണ്ടി വന്നാൽ അത് ചെയ്യുക തന്നെ വേണം. ഇത് ചാണക്യവാക്യം. സമൂഹജീവിയായ മനുഷ്യന് തൻ്റെയും തന്നെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബത്തിൻ്റെയും സംരക്ഷണത്തിന് പണം ആവശ്യമാണ്. അത് സാധ്യമാക്കുന്നതിന് അച്ചടക്കത്തോടുകൂടി ജീവിച്ച് ധനം മിച്ചം വെച്ച് സമ്പാദ്യം കരുതി വെക്കേണ്ടതിൻ്റെ ആവശ്യകത ചാണക്യൻ പറഞ്ഞു തരികയാണ്. ധനസമ്പാദനം നേരായ മാർഗത്തിലൂടെ ആയിരിക്കണം. ആ പണം മാത്രമേ ആപത്ത് കാലത്ത് നമുക്ക് ഉപകരിക്കപ്പെടുകയുള്ളൂ. നാണം കെട്ടും പണം നേടിയാൽ നാണക്കേട് ആ പണം മാറ്റിക്കൊള്ളും എന്ന സിദ്ധാന്തം ഒരിക്കലും ശരിയല്ല. നമ്മുടെ അന്തസ്സും അഭിമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം പണം സമ്പാദിക്കേണ്ടത്. ഒരു വ്യക്തി തങ്ങളുടെ സംരക്ഷണയിൽ കഴിയുന്ന തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും സാമ്പത്തികപരമായ സംരക്ഷണം മാത്രമല്ല അവർക്ക് നൽകേണ്ടത്, അവരുടെ മാനസികവും ശാരീരികവുമായ സുരക്ഷ കൂടി ആ വ്യക്തി ഉറപ്പാക്കേണ്ടതാണ്. അവരെ സംരക്ഷിക്കുവാൻ താൻ മാത്രമേ ഉള്ളൂ എന്ന ബോധം ആ കുടുംബനാഥന് എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ തനിക്കും തൻ്റെ സംരക്ഷണയിൽ ഇരിക്കുന്ന ആളുകൾക്കും യാതൊരു ആപത്തും മാനഹാനിയും ഉണ്ടാകാതെ നോക്കുന്നതിനായി അവന് സാധിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും തനിക്ക് ഒരാപത്ത് വന്നു ചേരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ, സ്വയം സംരക്ഷിക്കേണ്ടി വരിക എന്ന ഒരു സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ, താൻ നാളിതുവരെ സൂക്ഷിച്ചു വെച്ച ആ ധനത്തെയും സമ്പത്തിനെയും താൻ ഉപേക്ഷിക്കേണ്ടതാണ് എന്നുകൂടി ചാണക്യൻ പറയുന്നു.